വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സില് സ്വാതന്ത്ര്യ സമര കാലത്ത് രൂപപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പാർട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഏതാണ് പാർട്ടി? സ്വരാജ് പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര്. അപ്പോ എന്താ സ്വരാജ് പാർട്ടി രൂപീകൃതമാവാൻ കാരണമായത് എന്ന് നമുക്ക് നോക്കാം. അതായത് നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് പിൻവലിച്ചു. നമുക്ക് മനസ്സിലായി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് ചൗരി ചൗരാ സംഭവം നടന്നു. അപ്പൊ ആ ചൗരി ചൗരാ സംഭവം നടന്നത് അഹിംസയ്ക്ക് എതിരാണ് അല്ലെ. ഗാന്ധിജി അഹിംസയിൽ അധിഷ്ഠിതമായിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് അഹിംസാ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷ് നിയമങ്ങള് ലംഘിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം കൊണ്ടുവന്നു. അങ്ങനെ സമാധാനപരമായി പോകുന്ന ഒരു എന്താ പറയാ മാർച്ച് ആയിരുന്നു. പോലീസുകാർ വെടിവെച്ചു. അപ്പൊ നമ്മള് ചൗരി ചോര പോലീസ് സ്റ്റേഷനൊക്കെ തീയിട്ടു. അങ്ങനെ കുറെ ആൾക്കാർ പോലീസുകാർ വെന്തു മരിച്ചു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു അഹിംസക്കെതിരായിട്ടാണ് ഇപ്പോൾ ഇവർ പ്രവർത്തിച്ചത്, അതുകൊണ്ട് നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയാണ്. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസില് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും കുറച്ചു പേര് വിട്ടുപോവാണ്. അങ്ങനെ വിട്ടുപോയിട്ടുള്ള ആൾക്കാര്, വിട്ടുപോയ നേതാക്കള്, കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കള് രൂപീകരിച്ച പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാ നേതാക്കള്? സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരാണ്. അപ്പൊ സ്വരാജ് പാർട്ടി ആരാ രൂപീകരിച്ചേ? സി ആർ ദാസും മോത്തിലാൽ നെഹ്റു. രൂപീകരിക്കാൻ കാരണം എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചതില് വളരെയധികം എന്താ പറയാ ചില നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായി. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സപ്പോർട്ടോടു കൂടി വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അത്രയും മാത്രം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സി ആർ ദാസിനും മോത്തിലാൽ നെഹ്റുവിനും ഒന്നും ഇഷ്ടമായില്ല എന്ത് നിർത്തലാക്കിയത്, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കിയത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അവർ വിട്ടുപോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങനെ പാർട്ടി രൂപീകരിച്ച ആൾക്കാർ ഏതൊക്കെയാണെന്നാ പറഞ്ഞേ? സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയിട്ടാണ് ആ പാർട്ടി രൂപീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്വരാജ് പാർട്ടി അങ്ങനെ രൂപീകരിച്ചു. എന്ന് രൂപീകരിച്ചു? 1923 ജാനുവരി 1 രൂപീകരിച്ചു. 1923 ജാനുവരി 1 രൂപീകരിച്ചു. അതായത് 1922 ഫെബ്രുവരി 12 നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും നിർത്തലാക്കി എന്ന് ഒഫീഷ്യലി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം അങ്ങനെ നിർത്തലാക്കി. അതിന്റെ പരിണിത ഫലമായി 1923 ജാനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകൃതമാവാണ്. രൂപീകരിച്ച ആൾക്കാർ ആരൊക്കെയാണ്? സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി രൂപീകരിച്ചു. അങ്ങനെ ഈ സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് അലഹബാദിൽ വെച്ചാണ്. എവിടെ വെച്ചാ സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ കോൺഫറൻസ് നടന്നത്? അലഹബാദിൽ വെച്ച് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ കോൺഫറൻസ് നടക്കുകയാണ് കേട്ടോ. ഇനി സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം, അതായത് ഇപ്പോൾ ഒരു കോൺഗ്രസ് സമ്മേളനം നടത്തി. ആ കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിന് എതിർപ്പ് ആൾക്കാർ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. ആ എതിർപ്പിൽ കുറെ ആൾക്കാർ പോസിറ്റീവായിട്ടും കുറെ ആൾക്കാർ നെഗറ്റീവായിട്ടും നിന്നു. അപ്പോൾ എന്താ പറയുന്നത്, എതിർപ്പ് പ്രകടിപ്പിച്ച ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ടാണല്ലോ പുതിയത് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാവും. അത് ഏതാന്ന് ചോദിച്ചാൽ 1922 ഗയാ സമ്മേളനമാണ്. 1922 ഗയാ സമ്മേളനത്തിൽ വെച്ചാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാന്ന് തീരുമാനിച്ചത്. അങ്ങനെ 22 ഗയാ സമ്മേളനത്തിൽ തീരുമാനിക്കുകയും 23 ജാനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. രൂപീകരിച്ചത് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി. അവര് ആദ്യത്തെ സമ്മേളനം അലഹബാദിൽ നടത്തി. ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് ആണ്. അപ്പൊ പ്രസിഡന്റ് സി ആർ ദാസും സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആയിരുന്നു എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി എന്താ പറയുന്നത്, ഈ സ്വരാജ് പാർട്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന ഐഡിയ അല്ലെങ്കിൽ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? സ്വരാജ് പാർട്ടിയാണ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ.
ഇനി അടുത്തത് 1923 ബംഗാൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയായിരുന്നു. അത് ഓർത്തു വെക്കണം. 1923 ബംഗാൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് ഏത് പാർട്ടിയാണ്? സ്വരാജ് പാർട്ടിയാണ്. കൂടാതെ 1925 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാവ് വിത്തൽ ഭായ് പട്ടേലാണ്. 1925 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാവ് ആരാണ്? വിത്തൽ ഭായ് പട്ടേലാണ്. അങ്ങനെ സ്വരാജ് പാർട്ടി അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവായിരുന്നു. പക്ഷേ CR ദാസിന്റെ മരണശേഷം പാർട്ടി പിളരാണ്. അപ്പൊ അദ്ദേഹമായിരുന്നു മെയിനായിട്ടും പാർട്ടിയെ നയിച്ചു കൊണ്ടുപോയ ആള്. അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടി പിളരാണ്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. എന്താണ് നമ്മൾ പറഞ്ഞു? അതായത് ചൗരി ചൗര സംഭവം നടന്നപ്പോ ആ ചൗരി ചൗര സംഭവത്തില് എന്താ പറയാ, മനം നൊന്ത് ഗാന്ധിജി എന്ത് ചെയ്യാണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയാണ്. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചപ്പോ 1922 ഗയയിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തില് കോൺഗ്രസ് നേതാക്കളൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതില് കുറെ പേര് അതൃപ്തി പ്രകടിപ്പിക്കുകയും ആ അതൃപ്തി ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ആ പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി. രൂപീകരിച്ച ആൾക്കാര് CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് മോത്തിലാൽ നെഹ്റുവിനും പ്രസിഡന്റായിട്ട് CR ദാസിനെയും തെരഞ്ഞെടുത്തു. അവരുടെ ആദ്യത്തെ സമ്മേളനം അലഹബാദിൽ നടന്നു. പാർട്ടി രൂപീകരിച്ചത് 1923 ജാനുവരി 1-നാണ്. സ്ഥാപക നേതാക്കൾ പറഞ്ഞു CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. അങ്ങനെ ഈ പാർട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം കൊണ്ടുവന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. ഇനി 1923 ബംഗാൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. 1925 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാവ് വിത്തൽ ഭായ് പട്ടേലാണ്. എന്നാൽ CR ദാസിന്റെ മരണശേഷം പാർട്ടി പിളരാണ്. അങ്ങനെ പാർട്ടി അവസാനിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് സ്വരാജ് പാർട്ടിയെ കുറിച്ച്. അപ്പൊ നമ്മൾ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏത് പരീക്ഷകൾക്കായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ, മുമ്പ് പഠിച്ചിട്ടുള്ളവർക്ക് ഒരു റിവിഷൻ ആയിട്ടായാലും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇത്തരം ക്ലാസ്സുകൾ മുന്നോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.